ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇപ്പോൾ ഗതി മാറിയാണ് ഒഴുകുന്നത്. ഏറെക്കുറെ ഇസ്രായേൽ യുദ്ധമുഖത്തുനിന്ന് അപ്രത്യക്ഷമായിരിക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ ഇറാനിലേക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷവും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് വന്നുകൊണ്ടിരിക്കുന്നു. അതോടെ ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമായിട്ട് പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഗവൺമെന്റ് സംവിധാനങ്ങൾ അപ്പാടെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ നേതൃത്വം നൽകാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല. ഒളിസങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുക മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ടവരും ചെയ്യുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുകയാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ ചെയ്യുന്ന കാര്യം, അവരെവിടെയാണോ ഒളിച്ചിരിക്കുന്നത് ആ ബങ്കറുകളിൽ വെച്ചുകൊണ്ട് നിർദ്ദേശം നൽകുകയാണ്. ഇസ്രായേലിന്റെ സൈനികർക്കാണെങ്കിൽ അവർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് തന്നെ ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റാത്ത വിധമുള്ള പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഏറെക്കുറെ അവര് പതുക്കെ സൈലന്റ് ആയിരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയതോടെ യുദ്ധത്തിൽ ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്ത വിധം, അതായത് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് അമേരിക്ക പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സിന് നേരെ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ അവിടെയുള്ള സൈനിക മേഖലയാണ് ആക്രമിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള തിരിച്ചടികൾ ഇറാന് അമേരിക്കക്ക് നേരെ നടത്തുന്ന സമയത്ത് അതും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് തുടർന്ന് പോകാൻ പറ്റാത്ത വിധം, അതായത് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം യഥാർത്ഥത്തിൽ ഇവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് ഇറാന്റെ മുൻപിൽ പരാജയപ്പെടുക എന്നുള്ളത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ആഘാതം യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഉണ്ടാക്കും എന്നതിനാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വലിയ സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം 5 യുദ്ധവിമാനങ്ങളാണ് ഒരേ സമയത്ത് ഇറാൻ തകർത്തത്. അപ്പോൾ അതും അതിൻ്റേതായിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ അമേരിക്ക തന്നെ അനുഭവിക്കുന്നു എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ഇതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതോടൊപ്പം തന്നെ റഷ്യയും കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ ഏറെക്കുറെ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അവരുടെ മിസൈലുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കൊറിയയുടെ മിസൈലുകൾ ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇസ്രായേലിൻ്റെ അകത്ത് അവർ പ്രയോഗിക്കുകയും അത് പൊട്ടിത്തെറിച്ച ഭാഗങ്ങളുടെ കഷ്ണങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് കൊറിയയുടേതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ ഇവർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് പോംവഴികൾ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള, അഥവാ കൊറിയ ഈ യുദ്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ കൊറിയയുടെ ഈ സംവിധാനങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ ഒരിക്കലും നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ സർവ്വ മേഖലയിലും ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് അവർ കൃത്യമായ രീതിയിൽ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കുകയും തങ്ങൾ ആക്രമിക്കുകയില്ല എന്ന് മറ്റുള്ള രാജ്യങ്ങൾ തങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്യാത്തിടത്തോളം കാലം ഒരിക്കൽ പോലും ഈ യുദ്ധം അവസാനിക്കില്ല. എത്ര വർഷം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ തങ്ങൾ സന്നദ്ധരാണ്, തയ്യാറാണ്. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ള നിലപാടിൽ നിന്ന് ഇറാൻ ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ല. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അമേരിക്കക്ക് പോലും നടക്കാത്തൊരു കാര്യമാണ് ഇറാൻ പോലെയുള്ള ഒരു 3-ാം ലോക രാജ്യം വിളിച്ചു പറയുന്നത് ലോകത്തിന് മുമ്പാകെ. ഇപ്പോൾ ഇതുവരെ നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 15 ദിവസത്തോളം നിന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് അമേരിക്കക്കുണ്ടായിരിക്കുന്ന നഷ്ടം 2-ാം ലോക യുദ്ധത്തിന് സമാനമായ രീതിയിലാണ് എന്നുള്ള, അത്ര സൈനികർ പോയിട്ടില്ല എന്നുള്ള അല്ലാതെ സാമ്പത്തിക നഷ്ടം ഭയാനകരമാണ്. അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനവും തകർന്നിരിക്കുന്നു. മാത്രവുമല്ല അവരുടെ യുദ്ധവിമാനങ്ങൾ നിത്യേന എന്നോണം തകർന്നു വീഴുന്നു. 10ഓളം യുദ്ധവിമാനങ്ങൾ കുവൈറ്റിൽ നിന്ന് തന്നെ തകർന്നു വീണിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുവൈറ്റുകൾ തന്നെയാണ് വെടിവെച്ചിട്ടത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. എഞ്ചിൻ ഫെയിലർ ആണ് എന്നുള്ളത് ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പരാജയമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധത്തെ അവർ അഭിമുഖീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. 948 സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറെക്കുറെ 10 യുദ്ധത്തിലെങ്കിലും നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഇസ്രായേൽ.
അവരാൽ തുടങ്ങിയ യുദ്ധമുണ്ട്, മറ്റുള്ളൊരു ആക്രമണത്താൽ ഇത് യുദ്ധമായിട്ട് പരിണമിച്ചതുണ്ട്. അങ്ങനെ പല രൂപത്തിലും ഒരു യുദ്ധത്തിൽ പോലും ഇസ്രായേൽ പരാജയപ്പെട്ടില്ല. ഇസ്രായേൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകാൻ മാത്രം അവരുടെ കയ്യിൽ സൈനിക ബലവും ശക്തിയും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുണ്ടായിരുന്നു. എല്ലാം പുറത്തെടുത്തുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്തത്. 6 രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത 6 ദിവസം 6 ഡേ വാർ നമുക്കറിയാവുന്നതാണ്. അതിൽ 4 രാജ്യങ്ങൾ നേരിട്ടും 4-ലധികം രാജ്യങ്ങൾ ഈ വ്യത്യസ്ത രീതിയിലുള്ള സഹായങ്ങളും നൽകിയിട്ടുണ്ട് എന്നാണ്, പുറത്തുനിന്ന് സഹായം നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും വലിയ ഒരു യുദ്ധം ഇസ്രായേൽ ഒറ്റക്ക് അതിജീവിച്ചു എന്നുള്ളതാണ്. 6 ദിവസത്തെ യുദ്ധമാണ് പറയുന്നതെങ്കിലും ഏകദേശം 1-2 മണിക്കൂർ കൊണ്ട് തന്നെ അതികഠിനമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടായതിൽ തന്നെ അറേബ്യൻ രാജ്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഈ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാത്രമാണ് പരിഗണിച്ചത്. അപ്പോൾ ആ യുദ്ധം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഫലസ്തീനുമായിട്ട് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ യുദ്ധം ഉണ്ടായി. പല രീതിയിലും പല രൂപത്തിലും യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുന്ന സംഭവങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും പരമാവധി അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അവരുടെ ഭൂപ്രദേശത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ശക്തമായിരിക്കുന്ന ഒരു മിസൈലോ അല്ലെങ്കിൽ ആക്രമണമോ അല്ലെങ്കിൽ ഡ്രോൺ പോലെയുള്ള സംവിധാനങ്ങളോ ഉണ്ടാകുന്നത് പ്രതിരോധിക്കാൻ എല്ലാ കാലത്തും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അതിന് പകരമായി അല്ലെങ്കിൽ ഇരട്ടിയായിട്ടുള്ള ശിക്ഷ ആക്രമിക്കപ്പെട്ട വിഭാഗത്തിന് നൽകാൻ അങ്ങനെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നു, അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു. പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങൾ ചോർന്നുപോയി. എല്ലാ ഭാഗവും ഇപ്പോൾ വളരെ സ്വതന്ത്രമായിരിക്കും. ഇസ്രായേലിൻ്റെ ആകാശം ഞങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അവകാശവാദം തന്നെ. ഞങ്ങൾക്ക് മുന്നോട്ടും പിറകോട്ടും ഒന്നും നോക്കാനില്ലാത്ത വിധം ഞങ്ങളുടെ മിസൈലുകൾ വളരെ കൃത്യമായ രീതിയിൽ ഇവിടുന്ന് ഞങ്ങൾ പറത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ ലക്ഷ്യം കാണുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് സാധിച്ചു എന്ന് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് ഒരേ സമയത്ത് തെലവീവ് പോലെയുള്ള നഗരപ്രാന്ത പ്രദേശത്തിൽ പതിക്കുന്നത്. 100,000-ലധികം ഇസ്രായേലുകൾ ഇപ്പോൾ അഭയാർത്ഥികളാണ്. അവർക്ക് താമസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിന് കൃത്യമായിരിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അവർക്കിപ്പോൾ സാധിക്കുന്നില്ല. അവരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു തരത്തിലാണ്. സൈനികരെ സംബന്ധിച്ചിടത്തോളം സൈനിക കമാൻഡർമാർക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ട് സൈനികർക്ക് പോലും സാധിക്കാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൽ എത്രത്തോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പോലും പുറത്തുവിടാൻ പറ്റാത്ത വിധമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ അവസ്ഥ. സൈനികർ തന്നെ 2 വിഭാഗത്തിൽ നിന്നും, അതായത് ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈനികർ ഏറെക്കുറെ 500ഓളം പേരെങ്കിലും ഇറാൻ്റെയും ഹിസ്ബുള്ള വിഭാഗത്തിൻ്റെയും കൈവശത്തിലുണ്ട് എന്നുള്ളതാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. വിശ്രമമില്ലാത്ത രീതിയിൽ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു റിപ്പോർട്ടിൽ ഈ ലെബനാനിൻ്റെ പത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. അവർക്ക് അനുകൂലമായിരിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പിന് അനുകൂലമായിരിക്കുന്ന പത്രം എഴുതുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. വിശ്രമമില്ലാത്ത രീതിയിൽ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഇസ്രായേലിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനേക്കാളും വലിയ വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തരത്തിലാണ്. മാത്രമല്ല അവിടേക്ക് പ്രവേശിക്കപ്പെട്ട സൈനികരിൽ പല ആളുകളും തിരിച്ചു പോന്നിട്ടില്ല എന്നുള്ളതും പല ടാങ്കുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ ഏറെക്കുറെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജെറുസലേം പോസ്റ്റൊക്കെ പറയുന്ന കാര്യം ചെറിയ രീതിയിലെങ്കിലും നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവണം എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന കാര്യം എന്ന് പറയുന്നത്. ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളത്, അതായത് അവർക്കുള്ള ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ ഉള്ളത് ഇറാൻ്റെ സൈനിക ബലവും ശക്തിയും. അതിന് പിന്നാമ്പുറ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ഏത് തരത്തിൽ ഇവരെ സഹായിക്കും എന്നതിനെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ പരാജയപ്പെട്ടു. അത് മൊസാദുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഗസക്കാർ ഹമാസ് ആക്രമിക്കുമെന്നോ, ഹമാസിൻ്റെ കയ്യിൽ ഇത്രത്തോളം സംവിധാനങ്ങളുണ്ടെന്നോ, അവർക്ക് ഇത്രത്തോളം ബങ്കറുകളുണ്ടെന്നോ പഠിക്കുന്ന കാര്യത്തിലും മനസ്സിലാക്കുന്ന കാര്യത്തിലും 100% മൊസാദ് പരാജയപ്പെട്ടു. അതിൻ്റെ പരിണത ഫലമാണ് പിന്നീട് ഇസ്രായേൽ അനുഭവിച്ചത്. 2 വർഷം യുദ്ധം ചെയ്തിട്ടും എവിടെയും എത്താത്ത രീതിയിൽ ഇപ്പോഴും അത് അവർ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും അവിടെ ഹമാസ് സർവ്വ മേഖലയിലും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആധിപത്യത്തിലാണ്. ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് എന്ന റിപ്പോർട്ടൊക്കെ ഇപ്പോൾ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം
മുന്നേറാൻ വേണ്ടി സാധിക്കാത്ത വിധം ദയനീയമായിരിക്കുന്ന പരാജയം അനുഭവിക്കുന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് പുറമെ അമേരിക്കയും മാറിയിരിക്കുന്നു എന്നുള്ളത്. അമേരിക്കയാണ് ഇതിനൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 മണിക്കൂർ മതി, അല്ലെങ്കിൽ 2 ദിവസം മതി, എല്ലാം ഞങ്ങൾ നിലം പരിശാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ പുതിയ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കും, അതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞു വെച്ച അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അവർക്കൊന്നും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.